4:09 PM എൻ്റെ മോൾ ജനിച്ച അതേ ഡേറ്റ് അതേ സമയം. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് അതുമായിട്ട് കണക്റ്റ് ആവും. എന്തോ എൻ്റെ പുറകെ എന്നെ വിടുന്നില്ല. എവിടെ പോയാലും എനിക്ക് പ്രശ്നങ്ങൾ, 1008 പ്രശ്നങ്ങൾ. ഞാനാകെ ഞെട്ടിപ്പോവും. ഇതെന്താ ഈ സമയത്ത് ഇവൻ വിളിക്കുന്നത്? മൊത്തം കൺഫ്യൂഷൻസാണ് എൻ്റെ മുന്നിൽ ഉണ്ടാകുന്നത്. എൻ്റെ ഫോൺ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെ എൻ്റെ ലൊക്കേഷൻ കിട്ടുന്നു? അതിനിടയിൽ ഞാൻ പല റൂട്ടും മാറ്റുന്നുണ്ട്. ഡീറ്റെയിൻ ആവുന്നു. എനിക്ക് ഞാൻ പറഞ്ഞവരോട് എന്നെ ജയിലിലിടണം, നിങ്ങളെൻ്റെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പറഞ്ഞിട്ട് എന്നെ ജയിലിലിടണം, എനിക്ക് വെളിയിൽ പോകാൻ പറ്റില്ല, എൻ്റെ പുറകെ ഇങ്ങനെ ആൾക്കാർ വരുവാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവന് വട്ടാണ് എന്നുള്ള പേര് വരും. ആ വലിയ ടീമാണ്, എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നവരാണ്, നീ ഇത് ഇവിടെ വെച്ച് വിട്ടേക്ക്, എനിക്ക് കളിക്കാൻ നിൽക്കണ്ട, നിർത്തിയേക്ക് പരിപാടി. നമസ്കാരം. കഴിഞ്ഞ ദിവസം മറുനാടൻ്റെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടറായ പീയൂഷ് ഒരു ഇൻ്റർവ്യൂ പുറത്തുവിട്ടിരുന്നു. അതായത് മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കുന്ന ചില ശക്തികളെക്കുറിച്ച് ഒരു യുവതിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ഈ ഇൻ്റർവ്യൂ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ നമ്മളെ ഒരു കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ യുവാവ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ്. അരുൺ നിലവിലിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ജോലി എന്താണ് ചെയ്യുന്നത്? ഞാൻ ESI കോർപ്പറേഷനിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ തിരുപ്പൂറാണുള്ളത്. ഓക്കെ. ഈ മറ്റ് ശക്തികൾ നിയന്ത്രിക്കുന്നതായി തോന്നി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? അത് തോന്നി തുടങ്ങിയത് എനിക്ക് 2022 എനിക്ക് ആദ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പുറകെ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നു, എൻ്റെ പുറകെ വരുന്നു എന്നൊക്കെ തോന്നിയത് എനിക്ക് 2022 പക്ഷേ എനിക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കുറച്ച് എൻ്റെ കോളേജ് കാലഘട്ടത്തിലിരുന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു. എൻ്റെ ലവറായിരുന്നു, പിന്നെ എൻ്റെ വൈഫായിരുന്നു. അതുവഴിയാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ ചണ്ഡീഗഡിലാണ് ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ESI മുംബൈയിൽ വർക്ക് ചെയ്തു. മുംബൈയിൽ നിന്ന് ഞാൻ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു. പക്ഷേ ചെന്നൈയിൽ ഞാൻ ജോയിനിങ് ഡേ തൊട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. വല്ലാത്ത രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചെന്നൈയിൽ കോളേജ് പഠിക്കുന്ന കാലം തൊട്ടേ ഇവളുമായിട്ടുള്ള റിലേഷൻ തുടങ്ങി 1 year കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴേ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഹറാസ്മെൻറ്റ്, ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടിരുന്നു. അങ്ങനെ ഞാനും ഇവളും തമ്മിൽ മാത്രം റിലേഷൻ ആവുന്നു. അതിന് മുന്നേയൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ജീവിതത്തോട് വന്നതിന് ശേഷം ഞാനും ഇവളും മാത്രമായി മാറുന്നു. അങ്ങനെ നമ്മളെ റിലേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് പോകുന്നു. ലാസ്റ്റ് കല്യാണം കഴിയുന്നു. ഈ കോളേജ് വിട്ടതിന് ശേഷം 1.5 വർഷത്തോളം ഞാൻ വെളിയിലുണ്ടായിരുന്നു. അവിടെ എനിക്ക് നല്ല ലൈഫായിരുന്നു. ഒത്തിരി നല്ല ലൈഫായിട്ട് എനിക്ക് മുന്നോട്ട് പോകുന്നു. വീണ്ടും നമ്മൾ ഒരേ സ്ഥലത്ത് സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി PGIMR ചണ്ഡീഗഡിൽ ഞാനും ഇവളും പോയി ജോയിൻ ചെയ്യുന്നു. അതിന് മുന്നേ തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അവിടെ പോയി 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാൻ ഒരുപാടുണ്ട് അതൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ മോളുണ്ടായതിന് ശേഷം മോക്കൊരു വയസ്സാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിരിയുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, നമ്മൾ വേറെ വേറെ ആവുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അവിടെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ മോശക്കാരനാണെന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് എൻ്റെ ഭാര്യ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും മുന്നിൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ് അവിടെ ആയിരുന്നത്. അവളില്ലാത്ത സമയത്തൊക്കെ എൻ്റെ ലൈഫ് നല്ലതുമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിരിയുന്നു. 2015 ഞാൻ ലാസ്റ്റ് പിരിയുന്നു. 16, 17, 18 3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. ആ സമയത്ത് എൻ്റെ ലൈഫ് അത്രയും നല്ല രീതിയിൽ പോകുന്നു. എനിക്ക് ഫ്രണ്ട്സ്, എൻ്റെ ആൾക്കാർ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ, എൻ്റെ കുടുംബമായിട്ടും എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ എൻ്റെ ലൈഫ് പോകുന്നു. ഒരു പ്രശ്നമില്ല. 2018 ഞാൻ എൻ്റെ ഡിവേഴ്സ് ആവുന്നു. ഫസ്റ്റ് പ്രാവശ്യം ഞാൻ എൻ്റെ ഡിവേഴ്സ് ആവുന്നു. 2018 എൻ്റെ ഡിവേഴ്സ് കഴിയുന്നു. അതിനുശേഷം ഞാൻ പുതിയൊരു എക്സാം പഠിച്ച് ഞാൻ മുംബൈയിൽ ജോലി കിട്ടുന്നു. എനിക്ക് ESI കോർപ്പറേഷനിൽ ഞാൻ ജോലി കിട്ടുന്നു. എനിക്കവിടെ നല്ല ഫസ്റ്റ് റാങ്കോടെയാണ് എനിക്ക് കിട്ടിയത് തന്നെ. അവിടെ ജോലി കിട്ടുന്നു. ഞാൻ അവിടത്തേക്ക് മാറുന്നു. വീണ്ടും എൻ്റെ ലൈഫ് നന്നായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ എനിക്ക് വേറൊരു ഡിവേഴ്സ് ആയല്ലോ, ഞാൻ വേറൊരു അഫെയർ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടി എന്നെ അവിടെ അത്രയും ഇല്ലാതാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചണ്ഡീഗഡിൽ ആൾക്കാരൊക്കെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറുക്കപ്പെട്ടവനായിട്ടാണ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രയും ഹരാസ്ഡാണ് ഞാൻ.
അപ്പോൾ അതിനുശേഷം ആ കുട്ടി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്നെക്കുറിച്ച് അത്രയും നെഗറ്റീവ് ഇതുണ്ടായിട്ടും എന്നോട് അടുക്കുന്നു. നമ്മൾ കല്യാണം വരെ എത്തുന്നു. എൻ്റെ കൂടെ എൻ്റെ മോളെ കാണാൻ ഞാൻ എല്ലാ മാസവും പോകുമായിരുന്നു. ചണ്ഡീഗഡിൽ നിന്നായാലും മുംബൈയിൽ നിന്നായാലും എൻ്റെ മോളെ കാണാൻ ഞാൻ ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്ത് വരുമായിരുന്നു. മോളെ കാണുമായിരുന്നു. മഞ്ചൂർ കോടതിയിൽ വന്ന് കണ്ടിട്ട് പോകുമായിരുന്നു. എല്ലാ മാസവും വരുമായിരുന്നു. എൻ്റെ മോൾക്ക് 1 വയസ്സുണ്ടാകുമ്പോൾ ഇന്നിപ്പോൾ പിരിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ കൂടെ കോടതിയിൽ വരുന്നു. അപ്പോൾ അവരുടെ പേരൻസൊക്കെ കാണുന്നു, ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് വരാൻ പോകുന്നു ജീവിതത്തിലോട്ട് എന്നൊക്കെ കാണുന്ന സമയത്ത് അവൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. മുൻ ഭാര്യ എന്നെ കോൺടാക്ട് ചെയ്യാൻ ആരംഭിക്കുന്നു, എന്നെ വിളിക്കാൻ തുടങ്ങുന്നു. അതിന് മുന്നേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ വിളിക്കുന്നുണ്ട്. ഗായത്രി, നമുക്ക് ഒന്നാവാം, ശരിയാവാം, നമുക്ക് ജീവിക്കാം, നമ്മുടെ മോളവിടെ കഷ്ടത്തിലാണ്. മോള് നാട്ടിലാക്കിയിട്ടാണ് പോയിട്ടിരിക്കുന്നത്. മോള് ഭയങ്കര സങ്കടമാണ്. എന്താ വെച്ചാൽ അവളുടെ അച്ഛനും അമ്മമ്മയാണ് നോക്കുന്നത്. അവർക്ക് വയസ്സൊക്കെ നല്ലുണ്ട്, 80-ന് മുകളിലൊക്കെ അന്ന് വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ മോളും ഭയങ്കര സങ്കടമാണ്. എൻ്റെ കൂടെ വരുമ്പോൾ അവൾ നല്ല ഹാപ്പി ആയിരിക്കും, എൻ്റെ കൂടെ പോകുമ്പോൾ അവൾ കരയും ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്ന മോള്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരു കാര്യത്തിൽ. അപ്പോൾ മോള് അതുകൊണ്ടാണ് ഞാൻ മോളെ എല്ലാ മാസവും കഷ്ടപ്പെട്ട് 10-20,000 രൂപ വന്നിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ചാർജ് മാത്രം ആവുന്നുണ്ടായിരുന്നു ഓരോ മാസവും. എന്നിട്ടാണ് ഞാൻ മോളെ കാണാൻ വരുന്നത്. അങ്ങനെ കണ്ടു പോകുമായിരുന്നു. അപ്പോൾ ഈ റിലേഷൻ ആയതിനു ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ എടുക്കുമായിരുന്നു അവളെ. ഞാൻ കുറച്ച് ഡിമാൻഡാക്കാൻ വേണ്ടി അവളെ ബ്ലോക്ക് ചെയ്യുന്നു. വേണ്ട എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. ആ ബ്ലോക്ക് ചെയ്യുന്നതിൻ്റെ 3-ാം ദിവസം എൻ്റെ ആശുപത്രിയിൽ മുംബൈയിൽ തീ പിടിക്കുന്നു. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എൻ്റെ ആശുപത്രിയിൽ ഒരു 13 പേരെങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു. ആസ് പെർ ന്യൂസിൽ അങ്ങനെയാണ് കണ്ടത്. അങ്ങനെ ഒരുപാട് പേര് ചാടിയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചാടുന്നു. 4-ാമത്തെ നിലയിൽ നിന്ന് ഞാൻ ശ്വാസം കിട്ടാതെ ചാടുന്നു. ഞാൻ താഴെ വീഴുന്നു. എൻ്റെ കാല്, കൈ, എൻ്റെ വായി, ഇതിവിടെയൊക്കെ 13 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 1 വർഷത്തോളം കിടക്കുന്നു. ബെഡ് റിഡൺ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കൈയും എല്ലാം പോയിരുന്നു. സ്പൈനൽ ഫ്രാക്ചർ എല്ലാം അങ്ങനെ അവസ്ഥയിലായിരുന്നു. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ ഫയർ നടക്കുന്നത് ഡിസംബർ 17, 2018 അതിൽ 4/9 ഫയർ ആരംഭിച്ചത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഈ കല്യാണം ഉറപ്പിച്ച കുട്ടീനെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഫയർ വന്നു, ഇവിടെ സീനാണ്, എന്ത് സംഭവിക്കാമെന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ച് ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ചാടുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ബോധം വന്നതിന് ശേഷം എൻ്റെ ഫോൺ എടുത്ത് ഞാൻ നോക്കുവാണ്. അപ്പോഴാണ് എൻ്റെ ലാസ്റ്റ് കോൾ ഞാൻ വിളിച്ചിരിക്കുന്ന അവളെയാണ്. അവളെ നോക്കുമ്പോഴത്തേക്ക് ആ ടൈം നോക്കുമ്പോഴാണ് എനിക്ക് മൊത്തം കത്തുന്നത്. അതായത് 4:09 PM എൻ്റെ മോൾ ജനിച്ച അതേ ഡേറ്റ്, അതേ സമയത്താണ് ഞാൻ വീഴുന്നത്. ഇത് ന്യൂസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം മുംബൈ ഫയർ ഡിസാസ്റ്ററിന് മുംബൈ ESI ഹോസ്പിറ്റൽ ഫയർ എന്ന് നമുക്ക് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ടൈം അടക്കം വരും. അതിൽ 4:10 എങ്ങനെ കൊടുത്തിരിക്കുന്നത് തോന്നുന്നു ന്യൂസിൽ. 4:09 എൻ്റെ കോൾ പോയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ആകെ എന്തൊക്കെയോ ഇതെന്താ എൻ്റെ മോൾ ജനിച്ച സമയത്ത് ഫയർ ആവുന്നു, ഞാൻ വീഴുന്നു, ഞാൻ ചാവുന്നില്ല എന്ന് പറയേണ്ട അത്രയും പൊളിഞ്ഞ് പോകുന്നു. അതിന് ശേഷം പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തോട്ട് വരുവാണ്. എൻ്റെ ഡിവേഴ്സായ ഭാര്യ. നിന്നെ നോക്കാം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിന്നെ നോക്കാം, നിന്നെ അങ്ങനെയാക്കാം. പക്ഷേ അതിന് മുന്നേ അവളെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ പെണ്ണായിട്ട് റിലേഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവളെ സ്വീകരിക്കുവാണ്. പിന്നെ അവളുടെ കൂടെ പോകുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്. അവിടെ പോയി എൻ്റെ കാലിൻ്റെ ഫ്രാക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ടാലസ് ബോണിൻ്റെ ഫ്രാക്ചറാണ്. അപ്പോൾ അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ നെർവ് പാൽസി ഉണ്ട്. എൻ്റെ കൈ പൊങ്ങില്ല, എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങില്ല. അപ്പോൾ നെർവ് പാൽസി ഉണ്ട് അതിൽ. അപ്പോൾ അതിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. 1 ഇയർ അവിടെയൊക്കെ നല്ല രീതിയിൽ ലൈഫ് പോകുന്നു. കുറേ കാര്യങ്ങൾ മറക്കുന്നു. മോള് വരുന്ന കൂടെ നമ്മൾ ലൈഫായിട്ട് ഒരുമിച്ച് പോകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. നല്ല രീതിയിൽ എൻ്റെ ലൈഫ് പോകുന്നു, ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ വൈഫ് ESIയിലോട്ട് വേറൊരു എക്സാം എഴുതിയിട്ട് ESIയിലോട്ട് വരുന്നു. അവൾ ചെന്നൈയിലാണ് ജോയിൻ ചെയ്തത്, ഞാൻ മുംബൈയിലുള്ളത്. അങ്ങനെ ഞാൻ മുംബൈയിൽ നിന്ന് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. ഈ ഒരു റീസൺ വെച്ചിട്ട്, അതായത് ഓൺ ഡ്യൂട്ടിയിൽ പറ്റിയതാണ് ഇഞ്ചുറി. അങ്ങനെ റീസൺ വെച്ചിട്ട് ഞാൻ ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ വരുന്നു. ചെന്നൈയിൽ ജോയിനിങ് ഡേയിൽ തൊട്ടിട്ട് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നു. യൂണിയൻ, നഴ്സസ് യൂണിയൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഇടപെട്ടിട്ട്, അവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരെ ഇടപെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഭാര്യ വഴി വരുന്നു. ഫസ്റ്റ് ഡേയിൽ തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ, അത്രയും പ്രശ്നങ്ങൾ.
ഫസ്റ്റ് ഡേ ജോയിനിങ് തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ജോയിൻ കയറാൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്ത് ഞാൻ 3 ദിവസം ലീവ് എടുത്തിട്ട് പോവുകയാണ്. ഞാൻ അത്രയും സ്വപ്നത്തോടെയാണ് നമ്മളൊരു നാട്ടിലോട്ട് നമ്മൾ ഒരു ഡിവേഴ്സിന് ശേഷം ഇത്രയും വലിയ ഇഞ്ചുറിക്ക് ശേഷം എൻ്റെ മോളുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലോട്ട് ഞാൻ വരുന്നത്. ഞാൻ അത്രയും സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്ക് അവിടെ അത്രയും പ്രശ്നമാണ് എനിക്ക് ഫസ്റ്റ് ഡേ ഉണ്ടായത്. ഞാൻ തകർന്നു പോന്നു. അതായത് എൻ്റെ ഭാര്യയുടെ ഡ്യൂട്ടിയിൽ ചെറിയൊരു ഇഷ്യൂ. ആ സമയത്ത് എൻ്റെ ഭാര്യ അങ്ങോട്ട് വിളിച്ച് വരുത്തുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഇഷ്യൂ ഉണ്ടാവുന്നതും. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് അതുമായിട്ട് കണക്റ്റ് ആവും. ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ഓരോ ഇഷ്യൂവും പിന്നെ വരുന്ന ഇഷ്യൂ ആയിട്ട് കണക്റ്റ് ആവും. ഒരുപാട് സങ്കീർണതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം കൂടെ എനിക്ക് പറയാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഞാനും ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വൈഫുമായിട്ട് അവർ നൈറ്റ് ഡ്യൂട്ടിയിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ ഇഷ്യൂ ആവുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനാവുന്നു. ഞാൻ രാവിലെ പോകുമ്പം അവരെന്നെ ചേഞ്ചിങ് റൂമിൽ വെച്ച് കാണുന്നു. ഞാൻ സംസാരിക്കുന്നു. ഞാനതിൽ ഇടപെടുന്നു, കോംപ്രമൈസ് ആക്കുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ജോയിനിങ് ആണ്, പ്രശ്നമാക്കല്ല ഇടന്ന് പറഞ്ഞിട്ട് ഞാൻ കോംപ്രമൈസ് ആക്കുന്നു. പക്ഷേ അവർ നിൽക്കുന്നില്ല. ഞാനും പിന്നെ കുറച്ച് റോങ്ങായി ഞാനും സംസാരിക്കുന്നു, അവരും സംസാരിക്കുന്നു. അങ്ങനെ തെറ്റുന്നു. നമ്മളും കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, അവരും കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. യൂണിയൻ്റെ ആൾക്കാരാണ് അവർ, യൂണിയൻ്റെ ലീഡേഴ്സാണ് ചെന്നൈയിലെ നഴ്സസ് യൂണിയൻ്റെ. അങ്ങനെ അന്ന് തൊട്ട് എനിക്ക് ചെന്നൈയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് പ്രശ്നമുണ്ട്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് അന്ന് 48% ഡിസബിലിറ്റി ഉണ്ട്. എൻ്റെ കാലിന് ഒരു 20 താഴെ ഡിസബിലിറ്റി ഉണ്ടാവുള്ളൂ. എൻ്റെ കാലിന് അത്രയില്ല, എൻ്റെ കൈ പൊങ്ങില്ല. എല്ലാവർക്കും മനസ്സിലാവും ചെയ്യില്ല, നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാലില്ല. അപ്പോൾ എൻ്റെ കൈക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് ലൈറ്റ് ഡ്യൂട്ടിയാണ്. എനിക്ക് എൻ്റെ ടാലസിന് പ്രശ്നമാണ്. ടാലസ് ബോൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ എൻ്റെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ എനിക്ക് കാല് കുത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇരുന്ന ഡ്യൂട്ടിയാണ് വേണ്ടത്. അങ്ങനെ ഡ്യൂട്ടി എനിക്കൊരു ഒഴിഞ്ഞ സ്ഥലത്ത് എനിക്ക് ഡ്യൂട്ടി തന്നു. അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. എന്നെ മാർജിനലൈസ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾ വെച്ച് എന്നെ ഒറ്റപ്പെടുത്തുന്നു. ആ ഹോസ്പിറ്റലിൽ നമ്മളായിട്ട് ആരും കോൺടാക്റ്റ് ഇല്ല. എൻ്റെ ഭാര്യയ്ക്കൊന്നും അറിയേണ്ട, അവരെ പണിയെടുക്കുക, അവൾ പോവുക. പക്ഷേ ഞാനൊരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലുള്ളത്. എനിക്കങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ, മൾട്ടിപ്പിൾ പ്രോബ്ലംസ്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, കംപ്ലയിൻറ്റ് മുകളിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടേ ഇരിക്കുന്നു. ഒന്നും സോൾവ് ആവുന്നില്ല. ലാസ്റ്റ് ആകുമ്പം ഞാൻ ഡ്യൂട്ടി മാറി വേറെ സ്ഥലത്തോട്ട് പോകുന്നു, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടുത്തെ HOD ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. HOD ക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ കുറേ അറിയാം. അവരത്ര നല്ല സപ്പോർട്ടായിരുന്നു. അവർ മരിച്ചുപോയി അവരായിട്ട്. അപ്പോൾ അവരും എൻ്റെ ഈ HOD ആണ് ഡീൻ, ഇല്ലെങ്കിൽ ഡീൻ ഇൻചാർജ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഡീനിന് എൻ്റെ പ്രശ്നങ്ങൾ കുറേ അറിയാം. അപ്പോൾ ഡീൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഓരോ പ്രശ്നങ്ങളും എന്നെ ഡീൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് എൻ്റെ ഭാര്യ പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ വന്ന സമയത്ത് എൻ്റെ ജീവിതം തകർന്ന സമയത്ത് ഒരു കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സ് ആയതിന് ശേഷം വീണ്ടും യോജിച്ചു. വീണ്ടും പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെ ആയ സമയത്ത് ഞാനും ആകെ തകർന്നു പോയി. ഞാൻ ലാസ്റ്റ് ഫൈനലി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, ഇതിൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതോറിറ്റി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഡീൻ അത് വളരെ സീരിയസ് ആയി എടുക്കുന്നു. കംപ്ലയിൻറ്റ് കമ്മിറ്റി വെക്കുന്നു. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റി പേഴ്സൺസിനെ വെക്കുന്നു. DD ഫിനാൻസ് അവരായിട്ടുള്ള കംപ്ലയിൻറ്റിൽ എന്താ പറയുന്നത്? എന്നെ എനിക്ക് കണ്ടിന്യൂസ് ഹറാസ്മെൻറ്റ് ഉണ്ടാവുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയിൽ എൻ്റെ പേഴ്സണൽ ലൈഫിന് എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോയി എങ്ങനെ എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ ഭാര്യയോട് പെരുമാറാൻ പറ്റും? ഈ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെയും പ്രശ്നങ്ങളുണ്ടാവുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ സെപ്പറേറ്റായി. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടാണ് ഞാൻ വീണ്ടും കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. എന്തോ എൻ്റെ പുറകെ എന്നെ വിടുന്നില്ല. എവിടെ പോയാലും എനിക്ക് പ്രശ്നങ്ങൾ, 1008 പ്രശ്നങ്ങൾ. അങ്ങനെ വന്നിട്ട് അപ്പോൾ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഇരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ വരുന്നത് എൻ്റെ ഭാര്യയിൽ നിന്നാണ്. ചെന്നൈയിൽ എനിക്ക് അതിന് മുന്നേ വർക്കിംഗ് ഇടത്തിലൊന്നും എനിക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ ചണ്ഡീഗഡ് PGയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് 7 year 8 year വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഒരാളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല, ഒരാൾ എൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അതിന് ശേഷം ഞാൻ മുംബൈയിൽ 2 year വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ചെറിയ ഒരു ഇഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള 1-2 വർത്തമാനങ്ങളല്ലാതെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കംപ്ലയിൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസാണ്. എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നില്ല. അത്രയും ഹറാസ്മെൻറ്റ്, അത്രയും പ്രശ്നങ്ങൾ, അത്രയും ഇൻസൾട്ട്, അത്രയും ഞാൻ ബൈക്ക് എടുക്കുന്നത് പോലും വീഡിയോ എടുക്കുന്നു ആൾക്കാർ വന്നിട്ട്. എൻ്റെ എതിരുള്ള ഉമ്മർ അലി എന്നാണ് അവരുടെ പേര്. അവനും വന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നു. എനിക്കെന്താ, ഞാൻ ഡിസബിലിറ്റി ആണെങ്കിൽ എനിക്കെന്താ ബൈക്ക് എടുക്കാൻ പറ്റില്ലേ? ഞാൻ ജനിച്ചപ്പോഴേ ഡിസബിലിറ്റി ഒന്നല്ല. ഞാൻ ഈ 4ാമത്തെ നിലയിൽ നിന്ന് വീണിട്ട് ഞാൻ ജീവനോട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നെ കണ്ടാൽ ഒരുത്തരും പറയില്ല എനിക്ക് ഡിസബിലിറ്റി ഉണ്ടെന്ന്. അതെന്താണെന്നറിയോ? ദൈവം എനിക്ക് തന്നൊരു ഇതാണ്. ഞാൻ എൻ്റെ താടിയിൽ 13 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടാൽ പറയാം എൻ്റെ താടിയിൽ 13 പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഒരു ഇഞ്ചുറി കാണാൻ പറ്റില്ല. അത് ദൈവം എന്നെ അനുഗ്രഹിച്ചാണ്. ഞാൻ
ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ പേഷ്യൻസിന് 7 പേഷ്യൻസാണ് എൻ്റെ വാർഡിലുണ്ടായിരുന്നത്, ഫീമെയിൽ പേഷ്യൻസ്, ഓൾഡ് ഏജ്. അവരെ ഞാൻ സഹായിക്കാനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഓടി, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരോടി അപ്പം തന്നെ തീ കണ്ടപാടൻ അവരോടി. ഞാൻ ഓടുന്നില്ല, ഞാൻ തിരിച്ച് വന്നിട്ട് എൻ്റെ പേഷ്യൻസിനെയും കൂട്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണ് ഞാൻ പെടുന്നത്. എനിക്ക് ആദ്യം ഓടാൻ സമയമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓടുന്നില്ല. അപ്പോൾ ഞാൻ അവരെ സഹായിക്കാൻ പോയിട്ടാണ് ഞാൻ പെടുന്നത്. ലാസ്റ്റ് ഞാനാണ് ഏറ്റവും കൂടുതൽ സഫറാവുന്നത്. ഒരു 4-5 പേര് അതിൽ ഇഞ്ചേർഡാണ്, 4-5 പേര് സിവിയർലി ഇഞ്ചേർഡാണ്. ഒരാളുടെ സ്പൈനൽ ഫ്രാക്ചറൊക്കെ ആയിട്ട് പാരലൈസൊക്കെ ആയി കിടക്കുന്ന ഒരു ഡോക്ടർ, ഫീമെയിൽ ഡോക്ടർ കാലൊക്കെ പോയി കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ സഹായിക്കാൻ പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഓൺ ഡ്യൂട്ടി പറ്റിയതാണ്. ചെന്നൈയിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സഫറിങ്സാണ് ഉണ്ടാകുന്നത്. ആൾക്കാർ എന്നെ ഡിസബിലിറ്റി വെച്ചിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യുന്നു, എന്നെ അങ്ങനെ ചെയ്യുന്നു. ഞാൻ കംപ്ലയിൻറ്റ് മൾട്ടിപ്പിൾ ടൈംസ് കൊടുക്കുന്നു. അങ്ങനെ കമ്മിറ്റി ഇരിക്കുന്നു, കമ്മിറ്റി എൻക്വയറി നടക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഭാര്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ അതിന് ശേഷം കമ്മിറ്റിയിൽ എൻ്റെ ഭാര്യയെ വിളിപ്പിക്കുന്നു. അപ്പോൾ വിളിപ്പിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആണ്. രാവിലെ മോളെ സ്കൂളിൽ നിന്ന് നീ കൂട്ടണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, നീ എന്താ പറയണ്ടേ, നീ എന്താ നടന്നെന്നുള്ള സംഭവം പറയണം, എനിക്ക് ന്യായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് 1008 പ്രശ്നങ്ങൾ വന്നു, എനിക്ക് എൻ്റെ ജീവിതം നോക്കണം, ഇങ്ങനെ പ്രശ്നങ്ങൾ എനിക്ക് വന്ന് എനിക്ക് പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, ഞാൻ അവളോട് പറയുന്നുണ്ട്. അവൾ ഞാൻ എന്താ വിളിച്ചത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഫോൺ വെക്കുകയാണ് ചെയ്തത്. അവൾ ആ കമ്മിറ്റിയിൽ പോയിട്ട് എനിക്കെതിരെ ശക്തമായിട്ട് എതിരായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഞാൻ ശരിയല്ല, ഞാൻ പ്രശ്നക്കാരനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. എന്നെ ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ അതുവരെ അത്രയും നല്ലതായിട്ടിരുന്ന കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ മൊത്തം മാറുന്നു. അതിൽ എനിക്ക് ഇൻഫർമേഷൻ വരും, എന്ന് വെച്ചാൽ അതിലുള്ള ആൾക്കാർ, എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ആ കമ്മിറ്റിയിലുണ്ട്. അത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എനിക്ക് ഇൻഫർമേഷൻ വരും. എനിക്കങ്ങനെ ഇൻഫർമേഷൻ വന്നു. ഞാനൊക്കെ തകർന്നു. ഇതെന്താ സംഭവിക്കുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് പ്രശ്നം വന്നത്, ഇവൾ എന്നെ ഇട്ട് തേക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ആലോചിക്കുകയാണ്. എൻ്റെ കമ്മിറ്റി ഇനിയൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ ഇവളെല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലാണ് ഇടുന്നത്. ഒരു ഭാര്യേൻ്റെ മൊഴി അവർക്ക് വില എടുക്കാതിരിക്കില്ല അവർ. അങ്ങനെയൊക്കെ വന്നു. ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ചിന്തിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് ഇവളെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു എന്നാണ്. അതായത് ഇവളെന്നെ വിളിച്ചിട്ടാണ് ആ പ്രശ്നത്തിലോട്ട് ഇടുന്നത്. അതിനുശേഷം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇവളുടെ ബിഹേവിയർ അന്ന് എങ്ങനെയായിരുന്നു എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവൾ എന്നെ ട്രാപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ ഭയങ്കര പേടിയായി. എൻ്റെ മോൾ എൻ്റെ കൂടെയായിരുന്നു. പിരിഞ്ഞ സമയത്ത് ഒരു 8 മാസത്തോളം എൻ്റെ കൂടെയായിരുന്നു. അതിന് ശേഷം വീണ്ടും ഒരു 3 മാസം യോജിച്ചു. അതിന് ശേഷവും എൻ്റെ കൂടെയായിരുന്നു കുട്ടി. അപ്പോൾ ഞാനാണ് ഇനി ഇത് നേരാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫൈനൽ ഡിസിഷൻ എടുത്തു. ഇനി നമ്മൾ ഒന്നിക്കില്ല എന്ന് തീരുമാനിച്ച സമയത്ത് ഞാൻ അവൾക്ക് മോളെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ നീ നോക്കണം. അച്ഛൻ നോക്കുന്നത്, എൻ്റെ മോൾക്ക് അന്നേരം 8 വയസ്സെങ്ങാനും ഉണ്ടാവും, ഇപ്പോൾ 9 വയസ്സായി. അപ്പോൾ അച്ഛൻ നോക്കുന്നതിൽ പരിധികളുണ്ട് ഒരു പെൺകുട്ടീനെ. അപ്പോൾ നീ നോക്കണം. അപ്പോൾ അവൾ പറയുന്നുണ്ട് 25,000 മാസം തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഞാൻ 25,000 കൊണ്ട് കൊടുക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഇതാവുന്നു. ലാസ്റ്റ് അവളെ ഒരു ദിവസം മോളെ കൂട്ടി കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് മോൾ അവളുടെ കൂടെ. പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം മോളെ സ്കൂളിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മോളെ സ്കൂളിൽ പോയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നു എൻ്റെ വീട്ടിലോട്ട്. അവൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, എൻ്റെ മോളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോലീസിൽ പോകുന്നു. പോലീസുകാരോട് ഞാൻ പറയുന്നു, ഇവൾ ഫുൾ ഫ്രോഡാണ്, അതായത് ഇവളെ ഫോൺ പരിശോധിക്കണം, ഇവളെന്നെ ട്രാക്ക് ചെയ്യുകയാണ്, ഇത്രയും കാലമായിട്ട് അവൾ എന്നെ പൈസ കുറേ എൻ്റെ പറ്റിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ചിലവൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കും, അവളുടെ പൈസ അവൾ സേവ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഇവിടെ. അങ്ങനെയൊക്കെ നടക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ എൻ്റെ പേരിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവുന്നു. ഒരുപാട് ഫോൺ കോൾസ് എനിക്ക് വരുന്നു. ഓരോ ടൈമിങ്ങിൽ എനിക്ക് ഫോൺ കോൾസ് വരും. ഞാനാകെ ഞെട്ടിപ്പോവും. ഇതെന്താ ഈ സമയത്ത് ഇവൻ വിളിക്കുന്നത്? എന്നിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്നെ വിളിക്കുന്നത്. അതൊക്കെ എനിക്ക് എൻ്റെ മുന്നും പേടി വന്നു. ഞാൻ ലാസ്റ്റ് വിചാരിച്ചു, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടേക്കാം, സൈക്കാട്രിസ്റ്റിനോട് കാര്യങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് ഞാൻ എൻ്റെ കാറും എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വന്നതിന് പിറ്റേ ദിവസം ഞാൻ കാർ എടുത്തിട്ട് രാവിലെ 8:30 മണിക്ക് എണീച്ചിട്ട് ഞാൻ പോവുകയാണ്. മൊബൈലിൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ പേരും അഡ്രസ്സും നോക്കിയിട്ട് ആ അഡ്രസ്സിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നു. വേറൊരു മെയിൻ ഞാൻ അങ്ങോട്ട് പോകുന്നു. അവിടെ പോകുമ്പോഴത്തേക്ക് അവൾ എന്നെക്കുറിച്ച് പറയാത്ത ഒന്നുമില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്നെ ഉപദ്രവിക്കുന്നു. ഞാൻ അപ്പം തന്നെ കാണിച്ചു കൊടുത്തു. ഈ 2 ദിവസം മുന്നേ അവൾ എൻ്റെ ഫോണിൽ എല്ലാ കോളും റെക്കോർഡാണ്. എൻ്റെ ഫോൺ എന്നെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, മോളെ നീ കൂട്ടണം, മോളെ സ്കൂളിൽ നിന്ന് നീ കൂട്ടണം എന്ന് പറയുന്നുണ്ട്. ഞാൻ റെക്കോർഡിങ് ഒപ്പിച്ചെടുത്തു. ഈ 2 ദിവസം മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞ ആൾ, മോളെ കൂട്ടണം എന്ന് പറഞ്ഞ ആൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് മോളെ കൂട്ടിയപ്പോൾ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല.
അവരോടും ചോദിച്ചു. അവരോട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഇവരുടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, വനിതാ പോലീസാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചെയ്യും, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കേസെടുക്കുന്ന കേസെടുക്കുക, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നു. എനിക്ക് ഭയങ്കര എന്നെ ആൾക്കാർ ഫോളോ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. ഇവള് മൊത്തം ഒരുപാട് ആൾക്കാരായിട്ട് ഇടപെടുന്നുണ്ട്, ഇതിലിടപെടുന്നുണ്ട്. എൻ്റെ കംപ്ലയിൻറ്റ് കമ്മിറ്റി നടക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് മൾട്ടിപ്പിൾ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ. ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ വണ്ടി എടുത്തിട്ട് നേരെ ചെന്നൈയിൽ നിന്ന് തിരുച്ചി പോകാമെന്ന് വിചാരിച്ച് തിരുച്ചിയിലോട്ട് പോവാണ്. തിരുച്ചി പോയി ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒന്ന് 2 ദിവസം അവിടെ നിന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് വരാം, എന്നിട്ട് പിന്നെ ബാക്കി നോക്കാമെന്ന് വെച്ചാൽ ഞാൻ തിരുച്ചിയിലോട്ട് പോവാണ്. ഞാൻ തിരുച്ചിയിലോട്ട് പോകുന്ന വഴിക്ക് ഇടയിലൊന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡിൽ നിർത്തി. അപ്പം ഞാൻ ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അന്നിങ്ങനെ ഡോർ തുറന്ന സമയത്ത് തന്നെ എൻ്റെ മുന്നിലൊരു വണ്ടി വന്ന് ക്രോസ് ചെയ്ത് നിർത്തി കുറച്ച് മുന്നിലായിട്ട്. എന്നിട്ട് അതിൽ നിന്നൊരു 3 ആൾ ഇറങ്ങി വരുവാണ്, എൻ്റെ അടുത്തോടെ വരുന്നത്. എനിക്കാകെ പേടിയായി. കുറച്ച് മുന്നേ എനിക്ക് തോന്നിയതാണ് എന്നാരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്താണെന്നൊക്കെ തോന്നിയതാണ്. ഒരു 1 അവർ ഞാൻ ചെന്നൈയിൽ നിന്ന് വിട്ടിട്ട് ഒന്ന് റിലാക്സായി ചെന്നൈയിൽ നിന്ന് വിടണം എനിക്ക് പെട്ടെന്ന്. അങ്ങനെ വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നു. ഞാൻ അന്നേരം തന്നെ ഡോർ അടച്ച് വണ്ടി അത്രയും സ്പീഡിലെടുത്ത് ഹൈവേയിൽ കയറ്റി ഞാൻ വിട്ടു. പിന്നെ ആ വണ്ടി ഞാൻ 110, 120 രൂപയിൽ അടിച്ച് ആ വണ്ടി നേരെ തിരിച്ചിലെത്തി. അതിനിടയിൽ ഞാൻ പുറകോട്ട് നോക്കുമ്പോഴൊക്കെ ഈ വണ്ടി എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല അവർ. ഞാൻ അടിച്ച് വിട്ടുവാണ്. എന്നിട്ട് എൻ്റെ വണ്ടി 118 bhp പവറുള്ള വണ്ടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി സ്പീഡ് വേണമെന്ന് വെച്ചിട്ട് തന്നെ എടുത്തതാണ്. അത്ര സ്പീഡിൽ ഞാൻ പോകുന്നുണ്ട്, പക്ഷേ എന്നെ അവർ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഞാൻ എന്നിട്ട് തിരുച്ചിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു സിറ്റിയാണ്. തിരുച്ചിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഞാൻ മധുരക്ക് പോകുന്നു. മധുര കവർ ചെയ്യുന്നു, മധുരയിലെത്തുന്നു. നൈറ്റ് ആകുമ്പോൾ മധുരയിലെത്തിയിട്ട് ഞാൻ മധുര ഫുൾ സിറ്റി കറങ്ങുവാണ്. സിറ്റിയിൽ പെട്ടെന്ന് ഓരോ സ്ട്രേറ്റ് പോവും, പെട്ടെന്ന് ഒരു ടേണിങ് കണ്ട് അതിലോട്ട് എടുക്കും, മൊത്തം ചുറ്റിച്ച് തിരിച്ച് സിറ്റി ഞാൻ ഒരു 8 തവണ കറങ്ങി. എന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റൽ, ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ, അതിനകത്ത് കൊണ്ട് വണ്ടി വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് എസ്കേപ്പായി. എന്നിട്ട് ATM പോയി പൈസ എടുത്തിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഞാൻ അവിടെ സ്റ്റേ ആയി. അപ്പോൾ എനിക്കറിയാം ഇവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആ കിടന്നിട്ട് അവിടെ ഉറക്കവും വരുന്നില്ല. ഞാൻ എന്നിട്ട് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു. അതിന് മുന്നേയൊക്കെ എൻ്റെ കാറിൻ്റെയൊക്കെ പുതിയ കാറാണിത്. എൻ്റെ കാറിൻ്റെയൊക്കെ ബ്ലൂടൂത്തൊക്കെ ഫുൾ എററാണ്. ഈ പ്രശ്നം വന്നതിന് ശേഷം എൻ്റെ കാർ ഫുൾ എറർ. എൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ല, ഫോണും ബ്ലൂടൂത്തും തമ്മിൽ കണക്റ്റ് ആവുന്നില്ല, കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആൻഡ്രോയിഡ് കാർപ്ലേ വർക്ക് ചെയ്യുന്നില്ല, ആൻഡ്രോയിഡ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നില്ല. മൊത്തം കൺഫ്യൂഷൻസാണ് എൻ്റെ മുന്നിൽ ഉണ്ടാകുന്നത്. എൻ്റെ ഫോൺ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെ എൻ്റെ ലൊക്കേഷൻ കിട്ടുന്നു. അതിനിടയിൽ ഞാൻ പല റൂട്ടും മാറ്റുന്നുണ്ട്, വേറെ സ്ഥലത്തോട്ടൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ റൂട്ട് അവർക്ക് എങ്ങനെ മനസ്സിലാവുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനെന്നിട്ട് ലാസ്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, എല്ലാം മാറ്റുന്നു. ഞാൻ എന്നിട്ട് റൂം എടുക്കുന്നു, റൂമിൽ ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു. എനിക്കാകെ പേടിയുണ്ട്, പുറത്തിറങ്ങിയാൽ എന്നെ ആക്രമിക്കും ആൾക്കാർ, എന്നെ ആപത്ത് വരുമെന്ന്. ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ്. ഞാൻ നേരെ പോയിട്ട് റിസപ്ഷനിലെ കാര്യം പറയുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് വന്നത്, എന്നെ പുറകെ ആൾക്കാർ വരുന്നുണ്ട്, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുവാണ്, റേസിങ്ങിലാണ് വന്നത്, അങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു പോലീസിനെ വിളിക്കാം. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അവരുടെ ഫോണിൽ നിന്ന് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, ഞാൻ പോലീസിനോട് കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് പോലീസുകാർ എന്നോട് പറയുന്നു, എന്നാൽ പിന്നെ ഞാൻ നിന്നെ സേഫായിട്ട് നിന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ മധുര മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ അവരെന്നെ സേഫായിട്ട് ബസ് കയറ്റുന്നു. ഞാൻ പേടിച്ചിട്ടുള്ളത് ബസ് കയറ്റിയിട്ട് ഞാൻ തിരുനെൽവേലി പോയിക്കോ, അവിടുന്ന് ട്രിവാൻഡ്രം പോയിട്ട് നീ നാട്ടിലോട്ട് പോയിക്കോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഞാൻ അങ്ങനെ പോകാമെന്ന് വയ്ക്കും. ഞാൻ ആ ബസ് കയറുന്നു, അവരെന്നെ സേഫായിട്ട് കയറ്റുന്നു. പക്ഷേ എന്നാലും ഇവർക്ക് എങ്ങനെ എൻ്റെ ലൊക്കേഷൻ കിട്ടുന്നു ആലോചിച്ച് എനിക്ക് വീണ്ടും പേടി കൂടാൻ തുടങ്ങി ഒറ്റക്കായപ്പോൾ. അപ്പോൾ ഞാൻ വണ്ടി ബസ് മൂവായി കുറച്ച് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവർ 20 മിനിറ്റ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു ലൈറ്റിൽ നിർത്തി വണ്ടി. ഞാൻ അവിടുന്ന് ഇറങ്ങി വേറെ ബസ് കയറി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വേറെ ബസ് കയറിയിട്ട് വേറെ റൂട്ടിന് വിട്ടു. എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്ഥലത്തെത്തി, അവിടെ ഇറങ്ങി. അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു സ്ഥലത്ത് പോയി. ഇനി അവർക്ക് എന്നെ കിട്ടാൻ പാടില്ല. ഞാൻ പല റൂട്ട് എടുത്തിട്ടും എന്നെ കിട്ടുന്നു അവർക്ക്, ഇനി കിട്ടാൻ പാടില്ല. ഞാൻ എൻ്റെ മൊബൈൽ ഫുള്ളി സ്വിച്ച് ഓഫ് ചെയ്തു, മൊബൈൽ ബാഗിൽ വെച്ചു. എൻ്റെ ബാഗ് ഞാൻ ചേഞ്ച് ചെയ്തു, പുതിയ ബാഗ് വാങ്ങിച്ചു. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ കളഞ്ഞു. ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടു. ഞാൻ മൊട്ടയടിച്ചു, ഞാൻ മീശ പഠിച്ചു, ഞാൻ താഴെ ഷേവ് ചെയ്തു, എല്ലാം ഷേവ് ചെയ്തു. ഫുള്ളി ആളെ മാറി പുതിയ രൂപത്തിൽ ഞാൻ ചുറ്റാൻ തുടങ്ങി. പുതിയ ബാഗ്, പുതിയ എല്ലാം, എൻ്റെ ബെൽറ്റ് പോലും മാറ്റി. എൻ്റെ കയ്യിൽ 4000 രൂപേൻ്റെ ഫാസ്ടാഗിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു. ഇനി അതിലെങ്ങാനും GPS ഡിവൈസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും മാറ്റുന്നു, അത് കളയുന്നു, എല്ലാം ഞാൻ ഡിസ്പോസ് ചെയ്യുന്നു, പുതിയ സാധനങ്ങൾ മാത്രം. എന്നിട്ട് ഞാൻ വേറെ ബസ് കയറി ഞാൻ പള്ളിയിലോട്ട് പോവാണ്.
ആ സ്ഥലത്തുനിന്ന് ഞാൻ എല്ലാം ആ സ്ഥലത്ത് ഒരു സൈഡിൽ ഒരു കടേൻ്റെ സൈഡിൽ പോയിട്ട് എല്ലാം മാറ്റി ഇതാക്കി വേറെ സ്ഥലത്ത് പോയി കുളിച്ച് കുപ്പായം മാറ്റി എല്ലാം റെഡിയായിട്ട് ഞാൻ ഓടിപ്പോയി ആദ്യം കാണുന്ന ബസ്സാണ് ഞാൻ കയറുന്നത്. അത് പഴനിയിലോട്ടുള്ള ബസ്സായിരുന്നു. ഞാൻ പഴനിയിലോട്ട് കയറുന്നു, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പം ഞാൻ എണീച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരാൾ ഒരു വീഡിയോ ഓൺ ചെയ്യുവാണ്. അതിൽ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റും. ഒരു കുട്ടീനെ അടിച്ച് തൊഴിച്ച് ഇതാക്കിയിട്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് വരുന്നത്. എൻ്റെ മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഈ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് നടന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മൊഴി എടുത്തിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുന്ന് മുങ്ങുന്നത്. എനിക്ക് മുങ്ങുന്നതാണ് ഇവിടുന്ന് എന്ന് വെച്ചാൽ എന്നെ ആക്രമിക്കും എന്നുള്ളത് തോന്നൽ എനിക്കുണ്ട്. അതായത് ഈ കേസ് വന്നു കഴിഞ്ഞാൽ ഇവൾ കുടുങ്ങും. ഞാൻ കേസ് രജിസ്റ്റർ ആവാനാണ് കാത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ തലേ ദിവസം വരെ പോലീസ് സ്റ്റേഷനിൽ കഷ്ടപ്പെട്ട് പറയുന്നുണ്ട്, കേസ് എടുക്കണം, ഇവളുടെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കണം, ഇവളുടെ ഫോൺ ഹിസ്റ്ററി എടുക്കണം, ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ടീമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കേസാവണം. പക്ഷേ ഒരുപാട് ആൾക്കാർ എന്നെ അപ്പോൾ വിളിക്കുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ, പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പേടി വന്നിട്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവളെന്ത് കംപ്ലയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്, മോക്ക് എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഒരു കുട്ടിയുടെ പറ്റിയിട്ടൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളാണ് ഇങ്ങനെയാണ് നോക്കുന്നത് അയാൾ. അപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് ശരിക്കും കാണാം, കേൾക്കാം. എനിക്കാകെ പേടിയായി. ഇതെന്താ? ഞാൻ അയാളോട് ചോദിച്ചു, ആ വീഡിയോ ഒന്ന് കാണിക്കൂ എന്നെ. അയാൾ കാണിക്കുന്നില്ല. ഒന്നുമില്ല അയാൾ കാണിക്കുന്നില്ല. അയാൾ പിന്നെ ആകെ പരിഭ്രമമായാൾക്ക്. അയാൾ ആരിലോ ഫോൺ ചെയ്യുന്നു, ഒളിച്ച് സംസാരിക്കുന്നു, എന്തൊക്കെയോ. ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആകെ ഒരുമാതിരിയായി. ഇയാളെന്താ ഇവർക്ക് എങ്ങനെ എൻ്റെ വീണ്ടും ലൊക്കേഷൻ കിട്ടി? ഞാൻ നേരെ ഡ്രൈവറിൻ്റെ അടുത്തോട്ട് പോകുന്നു. അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായി, എന്നെ അവിടെ ഇറക്കി വിടണം എന്ന് പറയുന്നു. ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് മാറുന്നില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ തൊട്ട് ബാക്കിലിരിക്കുന്ന സീറ്റിൽ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന 2 പയ്യന്മാരിരിക്കുന്നുണ്ട്. ഫ്രോഡ് ലുക്കുള്ള പയ്യന്മാരായിരിക്കുന്നത്. അതിലൊരു പയ്യൻ എണീച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു. ഞാൻ എന്താ ഡ്രൈവറോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പുറത്ത് നോക്കുമ്പം അവൻ നിൽക്കുന്നു, എന്നെ നോക്കിക്കുന്നു. എന്നിട്ട് അപ്പം ഇന്നും എനിക്ക് പേടിയാവുന്നു, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ പേടിക്കുന്നു. ഞാൻ എന്നിട്ട് മുന്നോട്ട് ഡ്രൈവറിൻ്റെ അടുത്തോട്ട് കണ്ടക്ടർ അടുത്ത് പോയിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഈ പയ്യൻ എൻ്റെ വീഡിയോ കാണിച്ച ബാക്കിലാണ് അങ്ങേരെ ഇരിക്കുന്നത്. അങ്ങേരെ അടുത്ത് പോയിട്ട് അയാളുമായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഷുവറായിട്ട് വിചാരിച്ചത് ട്രാപ്ഡ്. ഞാൻ പേടിച്ച് ഞാൻ വട്ടായി. ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ നാട്ടുകാരും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. 2022 ഞാൻ അത്രയും മാത്രം പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. എൻ്റെ ലൈഫ് ആപത്താണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവളാണ്, ഗായത്രിയാണ് ഉത്തരവാദി, അങ്ങനെ 2-3 പേരുടെ പേരൊക്കെ ഞാൻ വെക്കുന്നുണ്ട് അതിൽ. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ. അതിന് ശേഷം ഞാൻ പല സ്ഥലത്തോട്ട് പഴനിയിൽ നിന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവരൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല, അവർ ബിസിയാണ്. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്ക് മതിയായി, ആരും കേൾക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് ഞാൻ വേറെ റൂട്ടിനോട്ട് ബസ്സിന് പോകുന്നു. അവിടുന്ന് പോയിട്ടും എന്താ പറയുക, ഇതേമാതിരി എക്സ്പീരിയൻസസ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പുറകെ ആൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാൻ ഒരു ബസ് റൂട്ടിലോട്ട് പോകുമ്പം ഞാൻ ആ ബസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ, ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തും. അപ്പോൾ കുറേ ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങും. ഈ ബസ് വിടും. അപ്പോഴാണ് ഞാൻ ആ ബസ്സിൽ നിന്ന് ചാടുക. എന്താ വെച്ചാൽ എൻ്റെ കൂടെ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് ബസ് വിട്ടു, ഞാൻ ചാടി ഇറങ്ങി. പെട്ടെന്നുണ്ട് 2 പേര് എൻ്റെ പുറകെ ചാടുന്നു. ഞാൻ ഫ്രണ്ട് ഡോറിൽ നിന്ന് ചാടുന്നത്, അവർ ബാക്ക് ഡോറിൽ നിന്ന് ചാടുന്നു. അന്ന് രാത്രി ഞാൻ വിചാരിച്ചു, ഇതെന്താണ്, എങ്ങനെയാണ് അവർക്ക് എൻ്റെ ഇത് കിട്ടുന്നത്, അവരെങ്ങനെയാണ് എൻ്റെ പുറകെ വരുന്നത്? അല്ല, അവരിറങ്ങേണ്ടവരായിരുന്നെങ്കിൽ ആൾക്കാർ നോർമലി ഇറങ്ങുമ്പോൾ അവരിറങ്ങുമല്ലോ. അല്ല, ഞാൻ വണ്ടി സ്പീഡായി കുറച്ച് മൂവായിട്ടാണ് ഞാൻ ചാടുന്നത്. എന്നുവെച്ചാൽ എൻ്റെ പുറകിൽ ആരും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടെയും വരുന്നു. ഞാൻ അങ്ങനെ ഒരു കടയിൽ പോയി ഇഷ്യൂ ആവുന്നു. അവിടെ പോലീസ് വരുന്നു. പോലീസുകാർ എന്നെ വീണ്ടും കയറ്റി വിടുന്നു. ഞാൻ തിരുപ്പൂർ പോകുന്നു. അവിടെ ആൾക്കാർ എൻ്റെ പുറകെ വരുന്നു. ഞാൻ എന്നിട്ട് തിരുപ്പൂർ റെയിൽവേ പോലീസ് പോകുന്നു. അവിടുത്തെ ഒരു ഗ്ലാസ് എന്നെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു തിരുപ്പൂർ പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് പോലീസുകാർ എന്നെ അടിക്കുന്നുണ്ട്. പോലീസുകാരോട് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മൊബൈൽ കാണിക്കുന്നുണ്ട്, കുറേ വീഡിയോസ് കാണിക്കുന്നുണ്ട്. ഞാൻ ഓൺലൈൻ ലൈവ് ഇട്ടിട്ടുണ്ട്, മുട്ടയൊക്കെ അടിച്ചിട്ട്. എൻ്റെ ആൾക്കാരൊക്കെ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ലൈവൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവനെന്തോ പറ്റി. ആൾക്കാർ എൻ്റെ കോൺടാക്റ്റ് ഉള്ളവർ, എൻ്റെ പരിചയമുള്ളവർ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഫേസ്ബുക്കിൽ അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. എനിക്കൊന്നിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, എനിക്കൊന്ന് പറ്റുവാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം എന്നാണ് ഞാൻ പറയുന്നത് അവരോട്. അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട്
എന്താ പറയണ്ടേ, തിരുപ്പൂരിൽ ഞാൻ ഡിറ്റെയിൻ ആവുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു അവരോട് എന്നെ ജയിലിലിടണം, നിങ്ങളെൻ്റെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പറഞ്ഞിട്ട് എന്നെ ജയിലിലിടണം, എനിക്ക് വെളിയിൽ പോകാൻ പറ്റില്ല, എൻ്റെ പുറകെ ഇങ്ങനെ ആൾക്കാർ വരുവാണെന്ന് പറയുന്നു. അവർ പറഞ്ഞു ഓക്കെ. എന്നിട്ട് അവരെൻ്റെ വീട്ടുകാരെ വിളിക്കുന്നു, എൻ്റെ അനിയനും മാമനും വരുന്നു, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു, എൻ്റെ പേരിൽ കേസ് എടുക്കുന്നില്ല. അവിടുന്ന് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ ഇവിടെ പോകുന്നു. എൻ്റെ വണ്ടി എടുക്കാൻ ഞാൻ മധുര പോകുന്നു. മധുരയിൽ നിന്ന് ഞാൻ ചെന്നൈയിലോട്ട് വരുന്നു. എൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് എന്നിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അവരെ ഞാൻ തിരിച്ചയക്കുന്നു. ഞാൻ ചെന്നൈയിൽ നിൽക്കുന്നു. ചെന്നൈയിൽ നിന്ന് പിന്നെ അപ്പോഴേക്കും ഞാൻ നോർമലാണ്, എനിക്കൊരു ഇതുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കളിക്കുന്ന ആൾക്കാർ വലിയ ടീമാണ്, എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നവരാണ്, നീ ഇത് ഇവിടെ വെച്ച് വിട്ടേക്ക്, എനിക്ക് കളിക്കാൻ നിൽക്കണ്ട, നിർത്തിയേക്ക് പരിപാടി, നമുക്ക് ജയിക്കാൻ കഴിയില്ല, അത്രയും വലിയ ടീമാണ് കളിക്കുന്നത്. എൻ്റെ ലൊക്കേഷൻ അങ്ങനെ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും കളി കളിച്ചിട്ടും വേഷം മാറി എൻ്റെ എല്ലാ ഗാഡ്ജറ്റ്സും ഞാൻ ഉപേക്ഷിച്ചു, എന്നിട്ട് പോലും അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പരിപാടി നിർത്തിയിട്ട് ഞാൻ എന്താ പറയണ്ടേ, സമാധാനമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുവാണ്, എൻ്റെ ഫ്ലാറ്റിൽ. അപ്പോൾ അവിടെ വീണ്ടും ആൾക്കാർ വരുന്നു. ഒരാളുണ്ടാവും, ഒരാളുടെ കൂടെ ഒരു ഗുണ്ടാ ലുക്കിൽ ഒരുത്തനുണ്ടാവും. അവർ വന്നിട്ട് നമ്മൾ സൈക്കാട്രി ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്, നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലും അങ്ങനെ വന്നാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ. അപ്പോൾ അതെൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അയച്ചതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അയച്ചതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ ഒരു ഡോക്ടർക്ക് എന്നെ വീഡിയോ കോളിലൊക്കെ വിളിക്കുന്നുണ്ട്, അതിനെ എങ്ങനെയുണ്ട്, അതെൻ്റെ ഡീൻ അറേഞ്ച് ചെയ്തതാണ്. എൻ്റെ ഡീൻ എനിക്ക് സപ്പോർട്ടായിരുന്നു, അവർക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചു എനിക്ക് സൈക്കാട്രിക് ഇഷ്യൂ ആണ്, ഞാൻ ആൾക്കാർ ഡെലൂഷണൽ സംഭവമാണ് എനിക്ക് നടന്നിരിക്കുന്നത്, ഞാൻ ആൾക്കാർ കാണാത്തത് ഞാൻ കാണുന്നു, എൻ്റെ പുറകെ ആൾക്കാർ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവർക്ക്, ഈ കാണുന്നവർക്കെല്ലാം അതാണ് മനസ്സിലാവുന്നത്. അത് ആരും എന്നെ വിശ്വസിക്കുന്നില്ല, ഒരാളെന്നെ വിശ്വസിക്കുന്നില്ല, എല്ലാവരും വിചാരിക്കുന്നത് ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ ശരിയാക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് എൻ്റെ ഡീൻ അറേഞ്ച് ചെയ്തിട്ടാണ് ആൾക്കാർ എൻ്റെ വീട്ടിലോട്ട് വരുന്നു. അവിടെ എനിക്ക് സ്വസ്ഥതയില്ല, ഇവിടെയൊക്കെ ഗുണ്ടാ ലുക്കിലുള്ള ആൾക്കാരൊക്കെയാണ് വരുന്നത് കൂടെ. അത് ഞാൻ ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവർ ഗുണ്ടാളെ കൂട്ടി വരുന്നത്. അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫെഡപ്പ് ആവുന്ന, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലോട്ട് വരുന്നു, കണ്ണൂരോട്ട് പയ്യന്നൂരോട്ട് വരുന്നു. എന്നിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് ഞാൻ ഫാദർ മുള്ളർ മാംഗ്ലൂർ പോയിട്ട് ഞാൻ തന്നെ വില്ലിങ്നെസ്സിൽ അഡ്മിറ്റ് ആവുന്നു. അവരോട് ഇതൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, മൈൻഡ് സുഖമില്ല, അവർ എന്തൊക്കെ ഗുളികയൊക്കെ തരുന്നു, കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും, നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് മറക്കാനും പറ്റുന്നില്ല, നടന്ന കാര്യങ്ങളുടെ ഉത്തരം എനിക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ എല്ലാവരും പറയുന്നു, അരുണേ ഇങ്ങനെ നടക്കില്ല, നിനക്ക് സൈക്കാട്രിക് ഇഷ്യൂ ആണ്, നിനക്ക് സൈക്കാട്രിക് പ്രോബ്ലമാണ്, സൈക്കാട്രിക്. ഞാനും അപ്പോൾ വിചാരിക്കും എന്നപ്പോൾ എനിക്ക് സൈക്കാട്രിക് തന്നെ, ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ഗുളികയും കഴിക്കുന്നു. ഫാദർ മുള്ളിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ശരിയാവുന്നില്ല. ഞാൻ കണ്ണൂർ ആശീർവാദിൽ അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആവുന്നു 15 ദിവസം. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അവിടുന്ന് എനിക്ക് ശരിയാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ ഇനി വേറൊരു ശിവരാമകൃഷ്ണൻ അങ്ങനെ മറ്റൊരു ടോപ്പ് ഡോക്ടർ ഉണ്ട്, അയാളുടെ ഒപ്പി കിട്ടാൻ തന്നെ നമ്മൾ ഒരു 10 മിനിറ്റിനുള്ളിൽ വിളിച്ചാലേ അയാളെ അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ഡോക്ടർ കാണിക്കുന്നു, കുറച്ച് റിലാക്സേഷൻ ഉണ്ടാകുന്നു, ടെൻഷൻ കുറയുന്നു, ഈ ചിന്തകളൊന്നും പോകുന്നില്ല. ചിന്തകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കണ്ട കാര്യങ്ങളല്ല ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്, ഈ ലോകത്ത് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും ശരിയാവുന്നില്ല. എന്നിട്ട് അമ്മ എന്നെയും കൂട്ടിയിട്ട് നിമാൻസിൽ പോകുന്നു, നിമാൻസ് ബാംഗ്ലൂർ പോകുന്നു. നിമാൻസ് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് കാണിക്കുന്നു, നിമാൻസ് ബാംഗ്ലൂരിൽ ചികിത്സിക്കുന്നു. അവിടുന്ന് കഴിച്ചിട്ടും എനിക്കൊരു മാറ്റം തോന്നുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാം നിർത്തി എൻ്റെ ആശുപത്രിയിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നു. അങ്ങനെ എനിക്ക് ഗുളിക, ഈ നിമാൻസ് എന്ന് എഴുതി ലാസ്റ്റ് ഗുളിക തന്നെ എനിക്ക് തരുന്നു. ഈ ഓരോ ആശുപത്രിയിൽ നിന്ന് പോകുന്തോറും എൻ്റെ പേപ്പർ കണ്ടിട്ട് അവർ ഡോസ് കൂട്ടി വരുവാണ്. ഓരോ ഹോസ്പിറ്റലിൽ മാറും തോറും അവർ ഡോസ് എന്നും കൂട്ടുകയാണ്. എനിക്ക് ശരിയാവുന്നില്ലേ, ഡോസ് കൂട്ടിത്തരാം. അങ്ങനെ കൂട്ടി ഞാൻ നല്ല ഹൈ ഡോസിലാണ് ഞാൻ ലാസ്റ്റ് എത്തുന്നത്. അങ്ങനെ എത്തുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് വല്ലാതെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 മാസം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഗുളിക കഴിച്ചു. 2022 സെപ്റ്റംബറിന് ശേഷം ഒരു ഡിസംബർ വരെ ഞാൻ ഗുളിക കഴിച്ചു കാണും. അത്രയും എനിക്ക് സൈഡ് എഫക്റ്റായി. എന്തൊക്കെയാണെന്നൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനത്തെ സൈഡ് എഫക്റ്റായി ഞാൻ സ്റ്റോപ്പ് ചെയ്തു എല്ലാ ഗുളികയും. 2023 വർഷം ഞാൻ ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. പക്ഷേ ആസ് പെർ ഞാൻ എൻ്റെ സൈക്കാട്രിക് ഡോക്ടറെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ സൈക്കാട്രിക്കാണ്, ഞാൻ മെൻ്റൽ പേഷ്യൻ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്നു, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവന് വട്ടാണ് എന്നുള്ള പേര് വരും. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സൈക്കാട്രിക്ക് വീണ്ടും ആക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കാണിക്കുന്നു, ഗുളിക വാങ്ങുന്നു, ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഗുളിക നിർത്തുന്നു, മാന്യമായിട്ട് ജീവിക്കുന്നു, ഒരു പ്രശ്നമില്ല. 1 ഇയർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അതിനിടയിൽ ഞാൻ ഭാര്യയായിട്ട് ടൈപ്പ് ആവുന്നുണ്ട്, ഭാര്യയുടെ പോയി കാല് പിടിക്കുന്നുണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു മാസം നമ്മൾ ശരിയാവുന്നുണ്ട്, വീണ്ടും തെറ്റുന്നു, ഫൈനലി തെറ്റുന്നു. ഞാൻ ഡിവേഴ്സ് വേണമെന്ന് പറയുന്നു, ഡിവേഴ്സ് ഫയൽ ചെയ്യുന്നു.
2023 ലാസ്റ്റ് ജനുവരി 2024 ജനുവരിയിൽ അങ്ങനെ എൻ്റെ ഡിവേഴ്സ് നടക്കുന്നു. രണ്ടാമത്തെ ഡിവേഴ്സ്, അതായത് ഒരു കല്യാണം 2 ഡിവേഴ്സ്. ആരും വിചാരിക്കരുത് ഞാൻ 2 ഡിവേഴ്സ്, അതല്ല. അപ്പോൾ അങ്ങനെ ജനുവരിയിൽ എൻ്റെ ഡിവേഴ്സ് കഴിഞ്ഞ് ഞാൻ മാട്രിമോണി രജിസ്റ്റർ ചെയ്യുന്നു. ഞാൻ ടോട്ടലി ഓക്കെ ആയി, എൻ്റെ ജോലി സ്ഥലത്ത് ഓക്കെ ആയി, ആൾക്കാരുടെ റിലേഷൻ ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നോടുണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാനൊരു കല്യാണം കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മാട്രിമോണി രജിസ്റ്റർ ചെയ്തു. അവിടെ കുറേ അലയൻസസ് വരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ നാട്ടിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇത്തിരി എഴുതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ അന്വേഷണം വരും. ഈ സെക്കൻഡ് മാരേജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അന്വേഷണം വരുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ, ആൾക്കാർ അന്വേഷിക്കുമ്പോൾ എന്തായാലും ആൾക്കാർ പറയും ഇവന് മിസ്റ്റേക്കാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് പറയാനുള്ള വേറെയും കാരണങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആൾക്കാർക്ക് അറിയാതെ. അപ്പോൾ അങ്ങനെ ആൾക്കാർ, അപ്പോൾ എനിക്ക് പെണ്ണ് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ഞാനൊരു കഷ്ടപ്പെട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണ് ആയിട്ട് ഞാൻ ഉറപ്പിക്കുന്നു. ഒരു എറണാകുളത്തുള്ള ഒരു കുട്ടിയായിട്ട് എൻ്റെ കല്യാണം ഏകദേശം ഉറപ്പിക്കുന്നു. ആ കല്യാണത്തിൻ്റെ ഉറപ്പിച്ച ശേഷമാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റോറി ആരംഭിക്കുന്നത്.